നമസ്കാരം. മാസപ്പടി കേസ് അന്വേഷണത്തിനിടയിലും കേന്ദ്ര നീക്കങ്ങൾക്കെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ച് CPM നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ രംഗത്തെത്തി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനകളുടെ പശ്ചാത്തലത്തിൽ തനിക്ക് പാർട്ടിയും LDF നൽകിയ ശക്തമായ പിന്തുണയ്ക്ക് അദ്ദേഹം പരസ്യമായി നന്ദി രേഖപ്പെടുത്തി. കേന്ദ്ര സർക്കാർ അതീവ കടുത്ത നടപടികളുമായിട്ടാണ് മുന്നോട്ട് വന്നതെന്നും എന്നാൽ മുൻകാലങ്ങളിൽ എന്ന പോലെ ഇത്തവണയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അതീവ ജാഗ്രതയോടെയും ഉണർവോടെയും ഇടപെട്ട് ആവശ്യമായ പിന്തുണ നൽകിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. കണ്ണൂരിൽ തന്റെ ജന്മനാടായ മമ്പറത്ത് വെച്ച് LDF അദ്ദേഹത്തിനായി ഒരുക്കിയ വിപുലമായ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയം LDFിലെ എല്ലാ ഘടകകക്ഷികളും വിശദമായി തന്നെ പരിശോധിച്ച് വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഇടതുമുന്നണിക്ക് ഈ പരാജയം കൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല. 100 സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ അനുഭവമല്ലെന്ന് ഓർമ്മിപ്പിച്ച പിണറായി വിജയൻ മുൻകാല ചരിത്രവും വേദിയിൽ പരാമർശിച്ചു. മുൻപ് ഇതേ രീതിയിൽ ഈ സർക്കാർ അധികാരത്തിലേറുന്ന സമയത്ത് കോൺഗ്രസ് നേതാവ് AK ആന്റണി 100 സീറ്റ് നേടി അധികാരത്തിലേറിയ അന്നത്തെ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചിരുന്നു. അന്ന് ആന്റണി 100 സീറ്റിന്റെ ആവേശത്തിൽ വിളിച്ചു പറഞ്ഞത് ഇനി 100 വർഷത്തേക്ക് ഇടതുമുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരികയില്ല എന്നായിരുന്നു. എന്നാൽ അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് കേരളക്കര കണ്ടതാണെന്നും അങ്ങനെ വലിയ പ്രഖ്യാപനം നടത്തിയ ആന്റണിക്ക് പോലും ആ ഭരണം പൂർണ്ണമായും പൂർത്തിയാക്കാൻ സാധിച്ചില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ ഒരു പരാജയം കൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന് LDF ഒരിക്കലും കരുതുന്നില്ല. കഴിഞ്ഞ 2021 മുതൽ വലതുപക്ഷ ശക്തികൾ ജനങ്ങൾക്കിടയിൽ തികച്ചും തെറ്റായ ഒരു ചിത്രം സൃഷ്ടിക്കാൻ ആവശ്യമായ ബോധപൂർവമായ നടപടികൾ സ്വീകരിച്ചു. അതിലൊന്നായിരുന്നു ജനാധിപത്യത്തിന്റെ സൗകുമാര്യം പൂർണ്ണമായും ആസ്വദിക്കണമെങ്കിൽ ഇടയ്ക്കിടെ ഭരണം മാറണമെന്ന വാദം. ഒരേ സർക്കാർ തന്നെ തുടർച്ചയായി അധികാരത്തിലിരുന്നാൽ ജനാധിപത്യത്തിന്റെ ഭംഗി നഷ്ടപ്പെടുമെന്നും അതുകൊണ്ടൊരു മാറ്റം ആവശ്യമാണെന്നുമുള്ള ചിന്ത വലിയ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വലതുപക്ഷം ശ്രമിച്ചു. 10 വർഷമായില്ലേ എന്ന ചോദ്യമുയർത്തി ഭരണം മാറട്ടെ എന്ന് ജനങ്ങൾ വിധിക്കുന്ന സാഹചര്യം അവർ ഉണ്ടാക്കിയെടുത്തു. എന്നാൽ ഇതോടുകൂടി എല്ലാം അവസാനിച്ചുവെന്ന് വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെ LDF മുഖവിലക്കെടുക്കുന്നില്ല. അതിശക്തമായ രീതിയിൽ ഇടതുമുന്നണി തിരിച്ചു വരുമെന്നും ജനങ്ങൾക്ക് LDFിലുള്ള വിശ്വാസത്തിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ലെന്നുമാണ് മുന്നണിയുടെ ഉറച്ച വിശ്വാസമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചിലരെ ചില പ്രത്യേക കാര്യങ്ങളിൽ താൽക്കാലികമായി തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാകും. എന്നാൽ അത് ശാശ്വതമായി നിലനിൽക്കുന്ന ഒന്നല്ല. ഇടതുപക്ഷം ജനങ്ങൾക്കിടയിൽ തന്നെയുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ എപ്പോഴും ഒപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ നേതാക്കൾക്കെതിരെയുള്ള കടന്നാക്രമണങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലെന്നും എത്രയോ കാലമായി തങ്ങൾ ഇത്തരം ആക്രമണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. എന്നാൽ ഒരു ഘട്ടത്തിലും അത്തരം ആക്രമണങ്ങൾ കാരണം LDFോ CPMോ ഏതെങ്കിലും തരത്തിൽ പുറകോട്ട് പോയിട്ടില്ല. ജനങ്ങളുടെ വിശ്വാസവും പിന്തുണയും ഓരോ ഘട്ടത്തിലും കൂടിക്കൂടി വരിക മാത്രമാണ് ചെയ്തത്. കാരണം LDFിന്റെയും CPMന്റെയും പ്രവർത്തനം പൂർണ്ണമായും കളങ്കരഹിതമാണ്. ഇത്തരത്തിലുള്ള ഏത് വലിയ കടന്നാക്രമണങ്ങളെയും ഒരുമിച്ച് നിന്ന് നേരിടാൻ ഇടതുപക്ഷത്തിന് സാധിക്കുമെന്നും ആർക്കും അതിൽ ആശങ്ക വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒരേ മനസ്സോടെ ഇനിയും മുന്നോട്ട് നീങ്ങുമെന്നും പ്രഖ്യാപിച്ചു. ഇത്തരത്തിൽ പിണറായി വിജയൻ കേന്ദ്ര ഏജൻസികൾക്കെതിരെയും രാഷ്ട്രീയ എതിരാളികൾക്കെതിരെയും ആഞ്ഞടിക്കുമ്പോഴും CPM പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിനെതിരെ കടുത്ത ആഭ്യന്തര വിമർശനങ്ങളാണ് ഉയരുന്നത്. അദ്ദേഹത്തിന്റെ മകളുടെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ED റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തിൽ കൊല്ലം ഏരിയ കമ്മിറ്റി യോഗത്തിൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് പിണറായി വിജയനെതിരെ ഉയർന്നത്. പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയനെതിരെ ED അന്വേഷണം ഉണ്ടായാൽ തടയാൻ പാർട്ടി പ്രവർത്തകർ മുന്നിലുണ്ടാകുമെന്നും എന്നാൽ അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയാണ് അന്വേഷണം വരുന്നതെങ്കിൽ അതിനായി പാർട്ടി അണികളെ ആരും വിളിക്കരുതെന്നുമാണ് ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന പ്രധാന വിമർശനം.